ഹായ് എവരിവൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ റിയൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റിയൽ ലൈഫിലെ കാര്യങ്ങൾ. പേഴ്സണൽ ലൈഫിലെ കാര്യം. ഓൾ ഓവർ ദ എനർജി വന്നത് 10 of Wands ആണ്. ബർഡൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഭാരം ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 2 of Cupsൻ്റെ എനർജിയാണ്. ഈ 2 of Cupsൻ്റെ എനർജി പറഞ്ഞാൽ ഏത് ബന്ധമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു ജോലിയിൽ പാർട്ട്ണർഷിപ്പ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 2 പേർ തമ്മിൽ ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ പാർട്ട്ണർ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നവർ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ 2 പേരും ഒന്നിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത് വന്നത് ഒരു 4 of Wandsൻ്റെ എനർജി. 4 of Wands എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ്. ചില ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്, ചില ആളുകൾ നാട്ടിൽ ഒത്തുകൂടുന്നതായിട്ട് കാണുന്നുണ്ട്, ചില ആളുകൾക്ക് റിയൂണിയനാണ്. ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നോ കിട്ടാത്ത എന്തോ ഒരു കംഫർട്ട് സോൺ ആ പേഴ്സണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതുള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് അതുകൊണ്ട് തോന്നുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്പ് എന്ന് പറയുമ്പം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അവരെന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. മെച്ചുവേർഡായി കഴിഞ്ഞു. നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങളെ ഫാമിലി കൺട്രോൾ ചെയ്യുന്നതായും ഫാമിലിയുമായി ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പുതിയ പ്രതീക്ഷകളാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. സാധ്യതകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക, എന്നാലേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. എന്തെങ്കിലും ഗോസിപ്പൊക്കെ നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ടാകും, പക്ഷെ അതൊക്കെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു 8 of Pentaclesൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ജോലിയും പണവും എല്ലാം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നിലേക്കും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഊർജവും പ്രസരിപ്പും എല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കൂടെയുള്ളവർ എല്ലാവരും വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റക്കായി പോയുള്ള വിഷമമാണ് നിങ്ങൾക്കുള്ളത്. ദിക്കറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് നിങ്ങൾ മറ്റുള്ളവരുമായി ഓവർ ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് വളരെ സ്പീഡായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം ആയിരിക്കും അത്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും എക്സാമൊക്കെ എഴുതി വന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതായിരിക്കാം, ചില ആൾക്കാർക്ക് വേറെ രാജ്യത്തേക്ക് പോകാനോ വേറെ സ്ഥലത്തേക്ക് പോകാൻ, എന്തെങ്കിലും പഠിക്കാൻ പോകാൻ, ജോലിക്ക് പോകാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലും കാണുന്നുണ്ട്. കുറച്ചധികം ഉത്തരവാദിത്തങ്ങളുള്ളതായിട്ടാണ് കാണുന്നത്.
കുറേ പെൻഡിങ് വർക്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട്. ഒരു 6 ഓഫ് വാൻഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നായിരിക്കാം. അതിൻ്റെ വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്തായാലും ചോയ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ലൈഫിൽ മറ്റുള്ളവരെ പേടിച്ച് ഭയപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കോൺഫിഡൻസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളെല്ലാവരും പേടിച്ച് ഭയപ്പെട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അതെല്ലാം മാറ്റി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് നന്മയുള്ള കാര്യമാണെന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർ നിങ്ങൾക്ക് എതിരായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനവും നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല ഒരു വിജയമാണ് വരാൻ പോകുന്നത്. ഇനി ഒരു 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് ഈ പറയുന്നത്. ആദ്യം റിയൽ ലൈഫ് ആയിട്ട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നല്ല ടൈമായി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. വെരി ഹാപ്പിയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തിന് ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പണവും സന്തോഷവും സ്നേഹമൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്നാലും നിങ്ങൾ സെപ്പറേഷനിലാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണോ സെപ്പറേഷൻ ആയത് അവരുടെ കൂടെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ്. ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഏത് കാര്യത്തിനും നല്ല ഫോക്കസ്ഡ് ആയിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്നേഹമായിട്ട് നിങ്ങളിലേക്ക് ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ജോലി അബണ്ടൻസൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു റിലേഷനിലാവേണ്ട സമയമാണ് നിങ്ങൾക്ക് ഒരു ലൈഫിൻ്റെ ബിഗിനിങ് കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു ഇരയായി പോകുന്ന ഒരു ഇരാബോധത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, എന്തോ ഒരു തടസ്സം നിങ്ങളിലുണ്ട്. പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ നെഗറ്റീവ് തോട്ട്സ് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ സ്വയം ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർ ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ ചില റിലേഷൻഷിപ്പിൽ പോയിട്ട് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സമയവും എനർജിയൊക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളങ്ങ് ഒരുപാട് സ്ട്രിക്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ആരോടും തുറന്ന് പറയാതെ നിങ്ങളുടെ സ്നേഹം പുറത്ത് കാണിക്കാതെയൊക്കെ ഇരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മുന്നോട്ട് എങ്ങനെ പോകേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് കാണുന്നത്. എന്ത് ആക്ഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ മുന്നിൽ നല്ലോണം ആലോചിച്ച് വിശകലനം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട തോട്ട്സിനെ എടുക്കാനും വേണ്ടാത്ത തോട്ട്സിനെ ഒഴിവാക്കാനും എല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതും കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.